ബഹിരാകാശത്തിൽ നമ്മൾ ഏറ്റവും അധികം നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥത്തിനെ തന്നെയാണ്. പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൊട്ടേ തന്നെ മനുഷ്യരാശി സൗരയൂഥത്തിലുള്ള മറ്റ് ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും സൂര്യനെയുമൊക്കെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. ഒത്തിരിയേറെ ബഹിരാകാശ പേടകങ്ങളെ നമ്മൾ സോളാർ സിസ്റ്റത്തിലെ പല മേഖലകളിലും അയച്ചിട്ടുണ്ട്. അവയിലൂടെയാണ് നമ്മൾ സൗരയൂഥത്തിനെ മനസ്സിലാക്കിയതും. പക്ഷേ നമ്മുടെ സാങ്കേതിക വിദ്യകളുടെ പരിമിതികൾ കാരണം നെപ്റ്റ്യൂൺ ഗ്രഹത്തിനും അപ്പുറത്ത് എന്താണുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പണ്ട് നമുക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ നമ്മുടെ ടെക്നോളജികൾ പുരോഗമിച്ചപ്പോൾ കൂടുതൽ വിദൂരങ്ങളിലുള്ള വസ്തുക്കളെ നമ്മൾ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ നെപ്റ്റ്യൂണിനും അപ്പുറത്തുള്ള കൈപ്പർ ബെൽറ്റ് മേഖലയെ കണ്ടുപിടിച്ചത്. അന്ധകാരം നിറഞ്ഞ ഈ മേഖലയിൽ ധാരാളം അസ്വാഭാവികവും അത്ഭുതകരവുമായ ബഹിരാകാശ വസ്തുക്കളും നിലനിൽക്കുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ചില വസ്തുക്കൾ തികച്ചും വിചിത്രമാണ്. അന്യഗ്രഹജീവികളുടെ പേടകം അവിടെയുണ്ടെന്ന് വരെയുള്ള സിദ്ധാന്തങ്ങൾ ഇന്ന് ശാസ്ത്രലോകത്തിൽ പ്രചരിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ശാസ്ത്രജ്ഞർ കൈപ്പർ ബെൽറ്റിൽ നിന്നും കണ്ടുപിടിച്ചതെന്നും അവിടെ ഒഴുകി നടക്കുന്ന നിഗൂഢമായ ബഹിരാകാശ വസ്തുക്കൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. 1992 രണ്ട് അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞർ ചേർന്ന് നെപ്റ്റ്യൂണിനും അപ്പുറത്ത് ആസ്ട്രോയിഡ് ബെൽറ്റ് പോലത്തെ ധാരാളം ബഹിരാകാശ വസ്തുക്കൾ നിറഞ്ഞ ഒരു മേഖലയുണ്ടെന്ന് കണ്ടുപിടിച്ചത്. അതാണ് കൈപ്പർ ബെൽറ്റ് മേഖല. സൂര്യനിൽ നിന്നും ഏകദേശം 450 കോടി കിലോമീറ്റർ മുതൽ 1500 കോടി കിലോമീറ്റർ വരെയുള്ള മേഖലയെയാണ് കൈപ്പർ ബെൽറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. ഈ മേഖലയിൽ ദശലക്ഷക്കണക്കിന് ചെറുതും വലുതുമായ ബഹിരാകാശ വസ്തുക്കളുണ്ട്. വസ്തുക്കളെന്ന് പറയുമ്പോൾ ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, അങ്ങനെയുള്ള സ്പേസ് ഒബ്ജക്ട്സ്. ഏതാനും ചില മീറ്റേഴ്സ് മുതൽ ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സ് വരെ വ്യാസമുള്ള വസ്തുക്കളെ കൈപ്പർ ബെൽറ്റിൽ കാണാൻ കഴിയും. നെപ്റ്റ്യൂണിനും അപ്പുറത്തായതുകൊണ്ട് തന്നെ ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്ട്സ് അഥവാ TNO എന്നാണ് ഈ വസ്തുക്കളെ വിളിക്കുന്നത്. ശരിക്കും ഈ TNOകൾ എന്താണ്? ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ആരംഭകാലത്തിൽ സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമൊക്കെ രൂപം കൊണ്ട ശേഷം അതിലവശേഷിച്ച പൊടിപടലങ്ങളിൽ നിന്നും രൂപമെടുത്ത വസ്തുക്കളാണ് TNOകൾ. ഭൂമി സൂര്യനിൽ നിന്നുമായിരിക്കുന്നതിന്റെ 25 മടങ്ങ് ദൂരത്തിലാണ് കൈപ്പർ ബെൽറ്റ്. ഇത്രയും ദൂരത്തിൽ സൂര്യപ്രകാശം വലിയ തോതിൽ എത്തുകയില്ല. അതിനാൽ തന്നെ TNOകളെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. എങ്കിലും വർഷങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങളുടെ ഫലം കാരണം 3000-ലധികം TNOകളെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവയിലൂടെ നമുക്ക് കൈപ്പർ ബെൽറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ഇവ നമുക്ക് നൽകിയത്. നിലവിൽ കൈപ്പർ ബെൽറ്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും അറിയാമെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം നാസ 2006 അയച്ച ന്യൂ ഹൊറൈസോൺസ് പേടകമാണ്. ഈ പേടകത്തിലൂടെ കൈപ്പർ ബെൽറ്റ് വസ്തുക്കളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. 2014 നാസയുടെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് കൈപ്പർ ബെൽറ്റിൽ ഒരു വിചിത്രമായ വസ്തുവിനെ കണ്ടുപിടിച്ചു. അറോകോത്ത് എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. സൂര്യനിൽ നിന്നും ശരാശരി 430 കോടി കിലോമീറ്ററുകൾക്കകലെയാണ് ഈ വസ്തു നിലനിൽക്കുന്നത്. ഏകദേശം 35 കിലോമീറ്റർ നീളമുള്ള ഈ വസ്തുവിന് മഞ്ഞ മനുഷ്യൻ്റേത് പോലത്തെ ആകൃതിയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇതിനെങ്ങനെയാണ് ഈ ആകൃതി വന്നതെന്ന് മുൻപ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. നാസയുടെ ന്യൂ ഹൊറൈസോൺസ് പേടകം 2019 അറോകോത്തിനെ സന്ദർശിച്ചു. ഇതുവരേക്കും മനുഷ്യനിർമ്മിതമായ ഒരു പേടകം സന്ദർശിച്ചിട്ടുള്ള ഏറ്റവും അകലെയുള്ള വസ്തുവാണ് അറോകോത്ത്. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. സൗരയൂഥത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വസ്തുക്കളിൽ ഒന്നാണ് അറോകോത്ത്. എന്നുവെച്ചാൽ പല ശതകോടി വർഷങ്ങളായിട്ട് ഈ വസ്തുവിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രജ്ഞർ ഈ വസ്തുവിനെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നതും. എന്തെന്നാൽ ഇത്തരം വസ്തുക്കളിൽ സൗരയൂഥത്തിന്റെ ആരംഭകാലത്തിനെ കുറിച്ചുള്ള പല വിവരങ്ങളും ഉണ്ടായിരിക്കും. എന്തായാലും അറോകോത്തിന് എങ്ങനെയാണ് ഈ വിചിത്രമായ രൂപം കിട്ടിയതെന്ന് ന്യൂ ഹൊറൈസോൺസ് പേടകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ശരിക്കും ഇതൊരൊറ്റ വസ്തുവായിരുന്നില്ല, മറിച്ച് 2 വസ്തുക്കൾ തമ്മിൽ കൂടിച്ചേർന്ന് അതൊന്നായിട്ട് മാറിയതാണ്. ഇതിന്റെ 2 വശങ്ങളിലുമുള്ള നിറത്തിന്റെ വ്യത്യാസം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും.
ഇവ രണ്ടും വളരെ വേഗതയിൽ വന്ന് കൂട്ടിയിടിക്കുന്നതിന് പകരം രണ്ടും തമ്മിൽ പരസ്പരം കറങ്ങുകയും കാലക്രമേണ പതിയെ ഒന്നായിട്ട് മാറിയതുമാണ്. 1994 ഏകദേശം 600 കോടി കിലോമീറ്ററുകൾക്കകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു TNOയെ കണ്ടുപിടിച്ചിരുന്നു. 15810 അറൗണ്ട് എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. 130 കിലോമീറ്ററിൽ കൂടുതൽ വ്യാസമുള്ള എറോൺ തികച്ചും വ്യത്യസ്തമായ ഒരു നിഗൂഢ വസ്തു തന്നെയാണ്. കൈപ്പർ ബെൽറ്റിലുള്ള ഭൂരിഭാഗം വസ്തുക്കളും ഐസും പാറയും കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. പക്ഷേ ആറോണിൽ അടങ്ങിയിരിക്കുന്നത് ഐസും പാറയുമല്ല, മറിച്ച് മറ്റെന്തോ പദാർത്ഥമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. എന്തെന്നാൽ ഇത് വളരെ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെറും 5 മണിക്കൂറുകൾ കൊണ്ട് ഒരു തവണ കറങ്ങും. ഇത്രയും വലിപ്പമുള്ളതുകൊണ്ട് തന്നെ അതിൽ ഐസും പാറയുമായിരുന്നെങ്കിൽ കറങ്ങുന്നതിന്റെ ശക്തി കാരണം അറ്റത്തുനിന്നും പാറക്കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവുകയും ഇതിന്റെ വലിപ്പം കുറയുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഇതിൽ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും എന്താണ്? അതറിയാനുള്ള ജിജ്ഞാസ കാരണം ന്യൂ ഹൊറൈസോൺസ് പേടകത്തിനെ നാസ ആറോണിന്റെ ദിശയിലേക്ക് തിരിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ആറോണിന്റെ അടുത്തെത്താറായതും ന്യൂ ഹൊറൈസോൺസ് പേടകത്തിന്റെ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ തകരാറിലായി. അത് സോഫ്റ്റ്വെയറിലുണ്ടായ ഒരു ചെറിയ പിഴവ് കാരണം സംഭവിച്ചതാണ്. ആറോണിന്റെ അടുത്തുനിന്നും അകന്നതിനു ശേഷമാണ് ന്യൂ ഹൊറൈസോൺസിന്റെ പ്രവർത്തനം ശരിയായത്. അതിനാൽ തന്നെ ആറോണിനെ കുറിച്ച് മനസ്സിലാക്കാൻ നാസയ്ക്ക് ലഭിച്ച ഒരേ ഒരു അവസരവും പാഴായിപ്പോയി. ഇത് യാദൃശികമായിട്ട് സംഭവിച്ചതല്ല എന്നും ആറോൺ ശരിക്കും ഏതോ അന്യഗ്രഹ ജീവികളുടെ പേടകമാണെന്നുമൊക്കെയാണ് ചില ഗവേഷകർ സംശയിക്കുന്നത്. അത് അന്യഗ്രഹ ജീവികളുടെ പേടകമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാതിരിക്കാനായിരിക്കും അന്യഗ്രഹ ജീവികൾ ന്യൂ ഹൊറൈസോൺസിന്റെ സിഗ്നൽസ് തകരാറിലാക്കിയത്. ഇത് കേൾക്കുമ്പോൾ തീരെ പ്രായോഗികമല്ലാത്ത വെറും ഒരു സയൻസ് ഫിക്ഷൻ മാത്രമായിട്ടായിരിക്കും പെട്ടെന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ ശാസ്ത്രീയപരമായിട്ട് ചിന്തിക്കുമ്പോൾ അന്യഗ്രഹ ജീവികളുടെ സാധ്യതയും ഒഴിവാക്കാനാകില്ല. എന്തെന്നാൽ മനുഷ്യരറിയാതെ ഒളിച്ചിരുന്ന് മനുഷ്യരെ നിരീക്ഷിക്കാൻ പറ്റിയ സ്ഥലമാണ് കൈപ്പർ ബെൽറ്റ്. ഭാവിയിൽ നമ്മൾ ഇനിയും കൂടുതൽ പേടകങ്ങളെ അയക്കുക തന്നെ ചെയ്യും. അന്ന് നമുക്കൊരുപക്ഷെ സത്യാവസ്ഥകൾ മനസ്സിലാക്കാനും കഴിയും. എന്തായാലും ഇതൊരു സാധാരണ ബഹിരാകാശ വസ്തു മാത്രമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തെന്നാൽ മുൻപും നമ്മൾ ഇതുപോലെ കരുതിയിട്ടുള്ള പല വസ്തുക്കളും വെറും സാധാരണ വസ്തുക്കൾ മാത്രമാണെന്ന് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട്. ഏകദേശം 630 കോടി കിലോമീറ്ററുകൾക്കകലെ മറ്റൊരു വിചിത്രമായ ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്റ്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 55637 എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. 700 കിലോമീറ്റർ വ്യാസമുള്ള 55637 ഒരു വലിയ വസ്തു തന്നെയാണ്. ഇതിന്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രതയാണ് ഇതിനെ വിചിത്രമായ വസ്തുവാക്കുന്നത്. ജലത്തിന്റെ 80% സാന്ദ്രത മാത്രമേ ഇതിനുള്ളൂ. എന്തുകൊണ്ടാണ് ഇതിന്റെ സാന്ദ്രത ഇത്രയും കുറവായിരിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇതിന്റെ ഉള്ളിൽ പൊള്ളയായ ഭാഗങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും സാന്ദ്രത കുറവായിരിക്കുന്നതെന്നാണ് ചില ഗവേഷകർ പറയുന്നത്. പക്ഷേ അപ്പോഴും ചെറിയ വസ്തുക്കളിൽ മാത്രമേ ഇങ്ങനെ ഉള്ളിൽ പൊള്ളയായ ഭാഗങ്ങൾ ഉണ്ടായിരിക്കൂ. ഇത്രയും വലിപ്പവും മാസുമുള്ള വസ്തുക്കൾക്ക് അതിനനുസരിച്ച് ഗ്രാവിറ്റിയും ഉള്ളതിനാൽ അവയുടെ ഉള്ളിൽ പൊള്ളകൾ ഉണ്ടാകാറില്ല. എന്തായാലും ഈ വസ്തുവിന്റെ കുറഞ്ഞ സാന്ദ്രതയ്ക്കു പിന്നിലെ കാരണം മനസ്സിലാക്കാൻ കൂടുതൽ പഠനങ്ങളും നിരീക്ഷണങ്ങളും ആവശ്യമാണ്. 2003 കണ്ടുപിടിച്ച കൈപ്പർ ബെൽറ്റിലുള്ള മറ്റൊരു വിചിത്രമായ വസ്തുവാണ് സെറ്റ്ന. ഏകദേശം 1000 കിലോമീറ്റർ വ്യാസമുള്ള സെറ്റ്ന കൈപ്പർ ബെൽറ്റിലെ ഏറ്റവും വലിയ വസ്തുക്കളിൽ ഒന്നാണ്. ശാസ്ത്രലോകത്തിൽ ഒത്തിരിയേറെ തർക്കങ്ങൾക്കിടയായ ഒരു വസ്തുവാണ് സെറ്റ്ന. സാധാരണ കൈപ്പർ ബെൽറ്റിലുള്ള വസ്തുക്കൾ മുഴുവൻ ഐസും പാറയും കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. അതിനാൽ തന്നെ അവയ്ക്ക് വെള്ള നിറമോ അല്ലെങ്കിൽ ചാരനിറമോ ആയിരിക്കും. എന്നാൽ സെറ്റ്ന മാഴ്സിനെ പോലെ ചുവപ്പാണ്. പക്ഷേ അതിനേക്കാൾ വളരെ വിചിത്രമായിട്ട് തോന്നുന്നത് ഇതിന്റെ ഭ്രമണപഥമാണ്. തീരെ എലിപ്റ്റിക്കൽ ആകൃതിയിലാണ് ഇതിന്റെ ഭ്രമണപഥം. സൂര്യന്റെ ഏറ്റവും അടുത്തായിരിക്കുമ്പോൾ തന്നെ സൂര്യനിൽ നിന്നും ഇത് ഏകദേശം 1100 കോടി കിലോമീറ്റർ ദൂരത്തിലാണ്, അതായത് കൈപ്പർ ബെൽറ്റിനുള്ളിൽ. എന്നാൽ പിന്നെ ഇത് കൈപ്പർ ബെൽറ്റിന് പുറത്ത് സൂര്യനിൽ നിന്നും 13,000 കോടി കിലോമീറ്ററുകൾക്കകലേക്ക് പോകും. ഇത്രയും വലിയ ഭ്രമണപഥമായതിനാൽ തന്നെ ഇതിനൊരു തവണ സൂര്യന് ചുറ്റും വലം വയ്ക്കാൻ 10,000 വർഷങ്ങളിൽ കൂടുതൽ സമയം വേണം. ഇത് ശരിക്കും വിചിത്രമായ ഒരു പ്രതിഭാസം തന്നെയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ഇതുവരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല.
എങ്കിലും സൗരയൂഥത്തിന്റെ അതിരിലുണ്ടെന്ന് കരുതപ്പെടുന്ന പ്ലാനറ്റ് എക്സ് ആയിരിക്കുമോ ഇതിന്റെ കാരണമെന്നാണ് ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും സംശയിക്കുന്നത്. അതായത് ഭൂമിയേക്കാൾ 5 മടങ്ങ് വരെ വലിപ്പമുണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഗ്രഹമാണ് പ്ലാനറ്റ് എക്സ് അഥവാ പ്ലാനറ്റ് 9. ഈ ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ ബലം കാരണമായിരിക്കും സെഡ്നയുടെ ഭ്രമണപഥം ഇത്രയും വലിച്ചു നീട്ടപ്പെട്ടത്. ഗ്രഹമെന്ന് പറയുമ്പോഴും ശക്തമായ ഗുരുത്വാകർഷണ ബലമുള്ള വസ്തുവെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എന്തെന്നാൽ ഒരുപക്ഷെ അതൊരു കുഞ്ഞു ബ്ലാക്ക് ഹോൾ ആയിരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും അത്യാവശ്യം ഗുരുത്വാകർഷണ ബലമുള്ള ഒരു വസ്തു സൗരയൂഥത്തിന്റെ അതിരിലുണ്ട് എന്നത് തീർച്ചയാണ്. കാരണം സെഡ്നയ്ക്ക് പുറമെ മറ്റ് പല വസ്തുക്കളും സെഡ്നയ്ക്ക് തുല്യമായ അതേ വിചിത്രമായ രീതിയിലാണ് സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പ്ലാനറ്റ് 9നെ നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. 100 കണക്കിനും 1000 പ്രകാശവർഷങ്ങൾക്കും അകലെയുള്ള ഗ്രഹങ്ങളെ കണ്ടുപിടിച്ചിട്ടും നമ്മുടെ സൗരയൂഥത്തിന്റെ അതിരിൽ തന്നെയുള്ള പ്ലാനറ്റ് എക്സിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്തുകൊണ്ടാണെന്ന സംശയം ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിന്റെ കാരണം 100 കണക്കിന് പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഗ്രഹങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ശരിക്കും അത് അതിന്റെ നക്ഷത്രത്തിന്റെ ഒരുപാട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരു നക്ഷത്രത്തിന്റെ ഒരുപാട് അകലെയുള്ള ഗ്രഹങ്ങളെ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്തെന്നാൽ ഒരുപാട് അകലെയുള്ള ഗ്രഹങ്ങളിൽ അതിന്റെ നക്ഷത്രത്തിൽ നിന്നുമുള്ള പ്രകാശം എത്തില്ല. അതിനാൽ തന്നെ അവ പൂർണ്ണമായ അന്ധകാരത്തിലായിരിക്കും. നമ്മുടെ കൈപ്പർ ബെൽറ്റ് തന്നെ ശരിക്കും അന്ധകാരം നിറഞ്ഞ മേഖലയാണ്. അപ്പോഴതിനും അപ്പുറത്തുള്ള മേഖല, അതായത് പ്ലാനറ്റ് എക്സ് നിലനിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന മേഖല എങ്ങനെയായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിലും പല ബഹിരാകാശ നിരീക്ഷകരും നിരന്തരമായിട്ട് പ്ലാനറ്റ് എക്സിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. JWST പോലെയുള്ള കൂടുതൽ ശക്തമായ ടെലസ്കോപ്പുകൾ നിർമ്മിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പ്ലാനറ്റ് 9നെ കണ്ടുപിടിക്കാൻ സാധിച്ചേക്കാം. ഇതിനു പുറമെ കുറച്ച് കുള്ളൻ ഗ്രഹങ്ങളെയും കൈപ്പർ ബെൽറ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുവരേക്കും കണ്ടുപിടിച്ചിട്ടുള്ള 5 കുള്ളൻ ഗ്രഹങ്ങളിൽ 4ഉം കൈപ്പർ ബെൽറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡ്വാർഫ് പ്ലാനറ്റ്സ് അഥവാ കുള്ളൻ ഗ്രഹങ്ങളെക്കുറിച്ച് മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. എന്തായാലും ഇനിയും നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത ധാരാളം കുള്ളൻ ഗ്രഹങ്ങൾ കൈപ്പർ ബെൽറ്റിൽ ഉണ്ടായിരിക്കും. ശാസ്ത്രജ്ഞരുടെ നിഗമനമനുസരിച്ച് കൈപ്പർ ബെൽറ്റിൽ 1000 കുള്ളൻ ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ പുറമെ വേറെയും ധാരാളം വസ്തുക്കളെ നമ്മൾ കൈപ്പർ ബെൽറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം വസ്തുക്കളിലും എന്തെങ്കിലും അസ്വാഭാവികതകളുമുണ്ട്. ഇനി കൈപ്പർ ബെൽറ്റിലേക്കും നമ്മൾ കൂടുതൽ ബഹിരാകാശ പേടകങ്ങളെ അയച്ചാൽ ആ മേഖലയെക്കുറിച്ചും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും 15810 ആരോൺ ഒരു അന്യഗ്രഹജീവി പേടകമായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും അറിവ് നേടാനായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകകരവും ജിജ്ഞാസയും ഉളവാക്കുന്ന കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.